നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഒരു യുദ്ധ കാരണം പെട്ടെന്ന് ഇല്ലാതാവാൻ സാധ്യതയുണ്ടോ? ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക ഈ സംഘർഷം ശക്തമാകുമ്പോൾ ചില വാർത്തകൾ പറയുന്നത് ലോകത്തിന്റെ ഇന്റർനെറ്റ് തകരാൻ പോകുന്നു എന്നാണ്. പക്ഷേ ഇത് സത്യമാണോ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു മിഥ്യ മാത്രമോ? ഇന്ന് നമുക്ക് സത്യം മനസ്സിലാക്കാം. നമ്മൾ കരുതുന്നത് പോലെ ഇന്റർനെറ്റ് ഒരു ക്ലൗഡ് അല്ല, അതൊരു വലിയ വയർ നെറ്റ്വർക്കാണ്. അതെ, സമുദ്രത്തിനടിയിൽ കൂടി പോകുന്ന ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ. ഈ കേബിളുകളിലൂടെയാണ് നമ്മുടെ വാട്സാപ്പ് മെസ്സേജുകളും യൂട്യൂബ് വീഡിയോകളും ബാങ്ക് ട്രാൻസാക്ഷനുകളും എല്ലാം പോകുന്നത്. ലളിതമായി പറഞ്ഞാൽ ഇന്റർനെറ്റ് എന്നാൽ ലോകം മുഴുവൻ കണക്ട് ചെയ്യുന്ന വയറുകളുടെ ഒരു ജാലകമാണ്. മിഡിൽ ഈസ്റ്റ് എന്തുകൊണ്ടാണ് നമുക്ക് പ്രധാനം? ഇപ്പോൾ പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവയെ ബന്ധിപ്പിക്കുന്ന പല പ്രധാന കേബിളുകളും മിഡിൽ ഈസ്റ്റ് വഴി കടന്നു പോകുന്നു, പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന ഇടം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ കടൽ വഴിയാണ്, പക്ഷേ അതിലൂടെ പോകുന്നത് ലോകത്തിലെ വലിയ എണ്ണ വ്യാപാരമാണ്, കൂടാതെ ഇന്റർനെറ്റ് കേബിളുകളുടെ ശൃംഖലകളും. അതായത് ഇതൊരു ഡിജിറ്റൽ ചോക്ക് പോയിന്റ് ആണ് എന്ന് പറയാം. യുദ്ധം വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ പ്രധാന ചോദ്യം, യുദ്ധം വന്നാൽ ഇന്റർനെറ്റ് തകരുമോ? ഉത്തരം പൂർണ്ണമായും ഇല്ലാതാകില്ല, പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകും. എങ്കിൽ എങ്ങനെ? കേബിളുകൾ കേടാകാം, അതായത് കടലിൽ കപ്പലുകൾ, ആങ്കറുകൾ, സ്ഫോടനങ്ങൾ ഇവ കാരണം കേബിളുകൾ മുറിഞ്ഞു പോയേക്കാം. ഇത് മുൻപും സംഭവിച്ചിട്ടുണ്ട്. പ്രശ്നം എന്തെന്നാൽ റിപ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല. സാധാരണയായി കേബിൾ കേടായാൽ റിപ്പയർ ഷിപ്പുകൾ പോകും, പക്ഷെ യുദ്ധകാലത്ത് ആ പ്രദേശത്ത് പോകാൻ തന്നെ കഴിയില്ല. അപ്പോൾ ചെറിയ പ്രശ്നം വലിയ നീണ്ട തടസ്സത്തിലേക്ക് വഴിവെക്കും. ട്രാഫിക് ജാം പോലെ ഇന്റർനെറ്റ് സ്ലോ ആവും. അതെ, ഇന്റർനെറ്റ് ഒരു റോഡ് നെറ്റ്വർക്ക് പോലെയാണ്. ഒരു പ്രധാന റോഡ് അടഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? അതെ, ഗതാഗതം നിർത്തില്ല, പക്ഷേ ആ വഴി പോകുന്ന വാഹനങ്ങൾ കൂടി മറ്റു വഴികളിലേക്ക് തിരിഞ്ഞു പോകും. അപ്പോൾ മറ്റു വഴികളിൽ ഇപ്പോഴുള്ള സ്പീഡ് വീണ്ടും കുറയും. ഇറാൻ ഇതിനകം തന്നെ തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ ഇന്റർനെറ്റ് നിയന്ത്രിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഏകദേശം മുഴുവൻ ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഒരു സർക്കാരിന് സ്വന്തം രാജ്യത്തെ ഡിജിറ്റലായി ക്ലോസ് ചെയ്യാൻ കഴിയും എന്നാണ്. ഇന്ത്യക്ക് എന്ത് സംഭവിക്കും? ഇന്റർനെറ്റ് മുഴുവൻ പോയി എന്നല്ല, പക്ഷേ ഇന്റർനാഷണൽ വെബ്സൈറ്റുകൾ സ്ലോ ആകും, ക്ലൗഡ് സർവീസസുകൾ ഡിലേ ആകും, ഓൺലൈൻ ഗെയിമിങ്ങിനെ ലാഗ് ഉണ്ടാക്കും, ചില ഫോറിൻ പേയ്മെന്റ്സുകൾക്ക് ഡിലേ ഉണ്ടാകും. പക്ഷേ നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന UPIയോ ലോക്കൽ ആപ്സോ ഡൊമസ്റ്റിക് സർവീസുകളോ ഇവയൊക്കെ കൂടുതലും ഫൈനായി തന്നെ വർക്ക് ചെയ്യും. യുദ്ധം എന്നത് നാം കാണുന്ന സ്ഫോടനങ്ങളിലും നാശനഷ്ടങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല. അതിന്റെ ആഘാതം ഡിജിറ്റൽ ലോകത്തെയും ബാധിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഈ ടവറുകൾ മാത്രം ആശ്രയിക്കുന്നതല്ല. അതിനു പിന്നിൽ ലോകം മുഴുവൻ ബന്ധിപ്പിക്കുന്ന വലിയൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ഒരു ചെറിയ തടസ്സം പോലും ലോകത്തിന്റെ പല ഭാഗങ്ങളെയും ബാധിക്കാം. പക്ഷേ സത്യം എന്തെന്നാൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തകരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അത് മന്ദഗതിയാകാം, തടസ്സപ്പെടാം. നമ്മൾ കാണാത്ത ഈ കേബിളുകൾ ഇന്നത്തെ ലോകത്തിന്റെ യഥാർത്ഥ നാഡികളാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.